ജയിലിലെ വാർഡന്മാർ കറുത്തവർഗക്കാരായ തടവുകാരുടെ കണ്ണുവെട്ടിച്ച് മനഃപൂർവ്വം വിലങ്ങിന്റെ താക്കോൽ വെളുത്തവർഗക്കാരായ തടവുകാരുടെ മേശപ്പുറത്ത് വെച്ചു. ശേഷം വെളുത്തവർഗക്കാർ വിലങ്ങഴിച്ച് സ്വതന്ത്രരാകുകയും ഒരു കത്തിയുമായി ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. എന്നാൽ കറുത്തവർഗക്കാർ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോൾ ഗാർഡുമാർ ഇടപെടുകയും വെളുത്തവർഗക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ജയിലിനുള്ളിലെ കറുത്തവർഗക്കാരുടെ സ്വാധീനം ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ ഒത്തുകളിയുടെ ലക്ഷ്യം. 4 പ്രധാന ഗുണ്ടാസംഘങ്ങളുടെ നേതാക്കളെ ഒരേ ബ്ലോക്കിലേക്ക് മാറ്റിയതോടെ ജയിൽ ഒരു യുദ്ധക്കളമായി മാറി. പുതിയ താവളത്തിൽ അധികാരം ഉറപ്പിക്കുന്നതിനായി ലൂസിഫർ സംഘം കറുത്ത സംഘത്തിന്റെ നേതാവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഗാർഡുമാരുടെ നിരന്തരമായ ഇടപെടൽ കാരണം കറുത്തവർഗക്കാരുടെ സംഘങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. അതേസമയം മെക്സിക്കൻ സംഘമാകട്ടെ എല്ലാവരുടെയും ബലഹീനതകൾ നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. തന്റെ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് മുതിർന്ന നേതാവായ ബോണി തീരുമാനിച്ചു. എന്നാൽ അതിനുള്ള അവസരം അയാൾക്ക് ലഭിച്ചില്ല. വെളുത്തവർഗക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗാർഡ് ബോണിയെ പിടികൂടി. പുതിയ ആളായതിനാൽ അവിടെ സ്വാധീനമില്ലാതിരുന്ന സെക്യൂരിറ്റി ക്യാപ്റ്റന്റെ എതിർപ്പുകൾ അയാൾ അവഗണിച്ചു. ബോണിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കുള്ള ബ്ലോക്കിലേക്ക് എറിഞ്ഞു. ഇതോടെ ജയിലിന്റെ ഐക്യം തകരുകയും ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാവുകയും ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.